ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജൂർബിയൻ റൈസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് അറബ് കൺട്രീസുകളിലൊക്കെ പ്രത്യേകിച്ചും യമനീസിൻ്റെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ടൊരു ഭക്ഷണമാണ്. അവരുടെ പാർട്ടികളിലും മറ്റു ആഘോഷ പരിപാടികളിലൊക്കെ ഒഴിച്ചിടാൻ പറ്റാത്ത സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് ഈ ജൂർബിയൻ റൈസ് അല്ലെങ്കിൽ ജൂർബിയൻ ബിരിയാണി. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ 1-2 സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ജൂർബിയൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് പുരട്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ 4 സവാള ആവശ്യമാണ്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്താൽ മതിയാവും. ഇതുപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സവാള ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിത് ദം ചെയ്യാനുള്ള കുറച്ച് കാഷ്യൂം കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇനി ഓയിലിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് ഇതൊന്ന് കോരിയെടുക്കണം. ഓവറായിട്ട് കളർ ചേഞ്ച് ആവാൻ പാടില്ല. അപ്പോൾ ഇതിൽ കാണുന്നത് ഇതിൻ്റെ ക്യാമറയുടെ ഒരു ഇതാണ് നല്ലൊരു കളർ തോന്നിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഒരു കളറാകുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സവാളയിൽ നിന്നും പകുതി സവാള നമുക്ക് ദം ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി എടുത്തു വെച്ചിട്ടുള്ള ബാക്കി സവാളയിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഇഞ്ചി, 12 അല്ലി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്. ഇവയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിൽ ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനിൽ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ജൂർബിയൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബസ്മതി അരി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് 1/2 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ആവശ്യമാണ്.
കുറച്ച് ഗ്രാമ്പു, ചെറിയ സ്പൂൺ ജീരകം, പട്ട, ഏലക്കായ്, കുറച്ച് കുരുമുളക്, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ റൈസിൻ്റെ ഏറ്റവും നല്ല ഫ്ലേവർ എന്ന് പറയുന്നത് ഈ ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്. ഓറഞ്ചിൻ്റെ തൊലി അല്ലെങ്കിൽ ഓറഞ്ച് ബ്ലോസം വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അത് ഒരു സ്പൂൺ ചേർത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ റൈസ് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഈ അരിയിലേക്ക് കറക്റ്റായിട്ടുള്ള അളവിലുള്ള വെള്ളമൊന്നുമല്ല ഒഴിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പകുതി വേവാവുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വെള്ളം ഇതിന് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ വെള്ളം വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചോറൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിൽ ചേർത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയും പിന്നെ സ്പൈസസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്താൽ കൂടുതൽ ഇളക്കാനൊന്നും പാടില്ല. അപ്പോൾ അരി പൊട്ടിപ്പോയാൽ ഈ ചോറിൻ്റെ ഭംഗിയൊക്കെ നഷ്ടമാവും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതൊരു പകുതി വേവാവുന്നുണ്ടോ നോക്കണം. അതായത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പൊട്ടുന്ന ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം. ഇനി ഒരു വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഉരുളക്കിഴങ്ങും ഇതിലേക്ക് മസാലയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ആവാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ദം ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവേ. അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് യെല്ലോ ഫുഡ് കളർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് നെയ്യിൽ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഫ്രൈ ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള കാഷ്യും കിസ്മിസും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം.
ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിക്കൻ വേവാതിരിക്കുന്നുള്ള ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് വെന്ത് വരും. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്യണം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുർബിയൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് കൂടെ നോക്കാം. ഇതൊന്ന് നന്നായിട്ട് അടിയിൽ നിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലാ സൈഡിൽ നിന്നും മുകളിലോട്ടേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വേവാത്തുള്ള ഒരു പ്രശ്നമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കി റൈസിൻ്റെ ബാക്കിയുള്ള വേവും കൂടെ ആവും. അപ്പോൾ നമ്മുടെ സുർബിയൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണേ. അതിന് കൂടെ കിട്ടുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Thank you.